ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇൻട്രോ എടുക്കാൻ സത്യത്തിൽ വിട്ടുപോയിട്ടോ. ഞാൻ എന്താ സിഗ്നലിൽ വെച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് വയനാടുക്കാണ്. വയനാടുക്ക് ഞാൻ കാറിലല്ല കേട്ടോ, നമ്മുടെ ബിഗ് ബോസ് 1 തൊട്ട് 6 വരെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ചാണ് നമ്മൾ വയനാടുക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് ബസ് അവർ തൃശ്ശൂർ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ നിന്നല്ല കയറുന്നത്, ഞാനിപ്പോൾ കോഴിക്കോട് നിന്നാണ് കയറുന്നത്. കോഴിക്കോട് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഞാൻ സിഗ്നലിൽ നോക്കിക്കൊണ്ടിരിക്കുക പോവാണ്. അപ്പോൾ എന്തായാലും അവരെയൊക്കെ കാണിച്ച് ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം കൂട്ടിയിട്ട് ഞാൻ എനിക്ക് ബ്ലോഗിലായിട്ട് കാണിക്കാം. ഓക്കെ, അവിടെ പോട്ടെ കേട്ടോ, ബൈ. അപ്പൊ നമ്മളിതാ വയനാടുക്കുള്ള ട്രിപ്പിന് എല്ലാരും ഉഷാറല്ലേ? ഫോണിലാണോ എല്ലാവരും? അതെ അതെ, വയ്യാണ്ടായില്ലേ? ഹായ്, ഇവിടെ ഉറങ്ങിയോ? എല്ലാവരും ഇപ്പൊ തന്നെ ഞാൻ വീടാന്നെ. ഹായ് മുളൂസേ, ഹായ് 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 ഹായ്. ആരാ 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 നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ആരെത്ര പോയിട്ടേന്ന് പുതിയ കണ്ടു പോ. നന്ദന രാജകുമാരി ഹലോ. അങ്ങനെ നമ്മുടെ ദിയമോള് ഉറങ്ങ. എന്തടി ചക്കര വീഡിയോ എടുത്തോണ്ട് വന്നേ. തളർന്നിരിക്കല്ലേ? വയ്യാണ്ടായില്ലേ? എങ്ങനെ നമ്മുടെ ട്രിപ്പ് ഉഷാറാക്കണ്ടായിരുന്നു. കുറച്ച് പേരുള്ളൂ, പക്ഷെ വണ്ടി നിറച്ച ആൾക്കാരുണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോഴാണ് ഇങ്ങനെ വന്നത്, പക്ഷെ ഞങ്ങള് ട്രിപ്പ് പൊളിച്ച് അവിടുന്ന് തുടങ്ങിയില്ലേ? അത് പാട്ടൊക്കെ കണ്ടിരുന്നു. എന്തായാലും നമ്മൾ അവിടെ എത്തിട്ട് അടിച്ചു പൊളിക്കാം നമുക്കല്ലേ? അടിച്ചു പൊളിക്കണ്ടേ? കിടന്നോ 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 കിടക്ക് കിടക്ക് കിടക്കോ. പിന്നെ തേനെല്ലിക്ക കൂടി കഴിക്കാൻ ഗൈസ്. നമ്മൾ വയനാട് എത്തിയിട്ടില്ല, വിശക്കുന്നുണ്ടായിരുന്നു. ഈ കൊച്ചിരുന്ന് ഹോട്ടലിന്റെ പേര് ണെങ്കിൽ കോഴിക്കോട് നിന്നാണ് ഇത്രയും നേരം ഇരുന്നിട്ട് ചക്ക വറ്റല്, അതുപോലെ ചിപ്സ്. ഈ സ്ഥലത്ത് ഇപ്പൊ കിട്ടിയ ആകെ തേങ്ങ. നന്ദന ഒറ്റയ്ക്കാണ് കഴിച്ചത്. ചക്ക വറ്റല് കഴിഞ്ഞിട്ടാണ് നന്ദനൊക്കെ അറിയുന്നത്. ഹലോ, നിഷാനാണ് ആ ചക്ക വറ്റല് മൊത്തം തിന്നത്. താങ്ക് യു. നെല്ലിക്ക മേടിച്ചതിന് നന്ദി. ആരുടെ ഇത് നെല്ലിക്കാണ്? മറ്റേ തേനെല്ലിക്ക. നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ ഗൈസ്, അപ്പോ നമ്മള് ട്രിപ്പ് പോകുമ്പോ നമ്മുടെ ആങ്ങളയുടെ ഒരാള് ആങ്ങളയില്ല. അതെ, ഇന്ന് ലാലേട്ടന്റെ പ്രൊമോ കണ്ടോടുകൂടി ആങ്ങളെ തളർന്നിരിക്കുകയാണ് ദുബായില്. അതെ, 3 ആങ്ങളില്ല. ആരാണെന്ന് ഞാനത് പറയാൻ എനിക്ക് മനസ്സിന് വിഷമമുണ്ട്, എന്നാലും ഞാൻ പറയാം. സിപിഞ്ചേട്ടൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ കുറച്ച് നാളെ ബിഗ് ബോസ് കാരന്റെ ഞാൻ പറഞ്ഞിട്ടില്ല. അഭിഷേക് ശ്രീകുമാറാണ് ഗൈസ്. അപ്പൊ നമ്മൾ ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നമ്മള് തെറ്റിദ്ധരിക്കുന്നു വേണ്ട, എന്നാലും നമ്മൾ ലാലേട്ട ആ ചക്കിലിട്ട് തന്നെ കുത്തിയിരുന്നു. അതെ, ഇത് ചെയ്തതിന് കാണാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ആ പാടുന്ന പാട്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു. ഓരോ ഉപ്പ് വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ട്, അതൊരു കുഴപ്പമില്ല. ആദ്യം കിട്ടിയ ഉപ്പ് നമ്മൾ ചെയ്യാൻ ആലോചിക്കാൻ പോകുന്നത് എന്താണ്? ഈ ആംഗിള് പിടിക്കല്ലേ? ഈ ആംഗിൾ എന്താണെന്നറിയോ? ലാലേട്ടന്റെ പ്രൊമോ കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? ചിലവരെ മാത്രം കുത്തിയിട്ടുള്ളൂ, ചിലവരെ കുത്തിയിട്ടില്ല. കുത്താനുള്ള സമയമുണ്ട് ചിലവർക്ക്. അതെ, നമ്മൾ ചാൻമണി ചേച്ചിനെ കുത്തി നമ്മളെ കുത്താൻ പോയി. നമുക്കെല്ലാം ഇഷ്ടമാണ്, പക്ഷെ നോട്ട് ചെയ്തു. അല്ല മോനെ, അല്ലല്ല ലാലേട്ടൻ പറയാറില്ലേ മോനെ ഡയലോഗ് എല്ലാം ഇഷ്ടമാണ്, പക്ഷെ നോക്കി വെച്ചിട്ടുണ്ട് നിന്നെ.
അതെ. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിശന്ന് കണ്ണ് കോളല്ലോ ഗൈസ്. എനിക്ക് നല്ല ബ്ലോക്ക് ഉണ്ട്. വയനാട് ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പക്ഷെ നല്ല വിശപ്പുണ്ട്. ചിലപ്പോൾ നിഷാനെ പിടിച്ച് ചെയ്യാൻ കഴിയും. സിജോചേട്ടൻ ഇവിടെ പോകുന്നുണ്ട്. വീട് വെച്ചിട്ട് എന്താ ചെയ്യാം, അവിടെ എത്തട്ടെ. ദൂരെ ദൂരെയായി തീരമില്ലയോ തരണിതരാവിൽ മയങ്ങിയോ She's my sister. Yes. Me too. Yeah, definitely. അടുത്ത ആൾക്ക് പിന്നെ വഴിക്ക് അപ്പുറത്ത് അങ്ങനെ നമ്മള് ഇവിടെ വ്ളോഗ് തുടങ്ങി. അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും ആ വീഡിയോ ഡ്രോപ്പ് ചെയ്യണം. നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വയനാട് റിസോർട്ടിന്റെ പേര് പറയിച്ചിട്ട് വയനാട് വൈത്തിരി. നമുക്ക് നോക്കാം ഉള്ളിൽ എങ്ങനെയുണ്ട്, അടിപൊളി വ്യൂ ആണോന്നൊക്കെ. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ വേണ്ടിട്ട് റോസാപ്പൂ ആണ്. റോസാപ്പൂ അവര് റോസാപ്പൂ നമുക്ക് തന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. മുടി അയച്ചിട്ട് നമ്മുടെ ഇവിടെ അഞ്ചേച്ചി ആടാട് നടക്കാണ് നമ്മള്. വെയിലായി അല്ലേ? നമ്മള് റിസോർട്ടിലേക്ക് കയറാണ് ഗൈസ്. മഴ പോയി റിസോർട്ടിലേക്ക് കയറാണെന്ന് പറഞ്ഞു. വൈത്തിരി ഒരു മിനിറ്റ്, നാളെ ഉച്ച വരെ നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഞാൻ ഏതൊക്കെ ക്യാമറയിൽ നോക്കണം. വയനാട് വൈത്തിരിയില് ഇവിടെ ടാലന്റ് റിസോർട്ടിലാണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ കുറച്ച് പേര് നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ട് നമ്മുടെ ബിഗ് ബോസിന്റെ എക്സ് കണ്ടസ്റ്റൻസ്, നിലവിലുള്ള 126 കണ്ടസ്റ്റൻസിൽ നിന്ന് കുറച്ച് പേർക്ക് മാത്രമേ ഇന്ന് സമയം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നു. ഇവിടെ കുറെ ടീംസ് ഉണ്ട്. ഇവരെല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് വാം വെൽക്കം ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. പൂ തന്നപ്പോ തന്നെ സിജോ ചേട്ടൻ മനസ്സങ്ങ് അല്ലേ സിജോ ചേട്ടാ? അതെ. എല്ലാവർക്കും അശ്വചേട്ടൻ പൂ കിട്ടിയില്ലേ? അവർക്ക് തന്നെ കൊടുത്തു. എന്താ അങ്ങനെ ചെയ്യരുത്. അല്ലല്ലോ നമ്മള് സ്നേഹം കൊടുക്കേണ്ടത്. വാടിക്കൂരി സ്നേഹം കൊടുത്തു. അതെ വാടിക്കൂരി സ്നേഹം കൊടുത്തു. നേരെ ഫുഡ് കഴിക്കാൻ പോവല്ലേ? ലഗേജ് ലഗേജ് ഒക്കെ പിന്നെ എന്നാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട് ഗൈസ്. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മളാ ഫുഡ് റിസൾട്ട് എത്തി. അവിടെ വെച്ചോളം പറഞ്ഞു. പിന്നെ ഒരു ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ റിസോർട്ടിൽ വന്നിട്ട് ഫുഡ് എടുക്കാൻ പോവാണ്. എന്തൊക്കെ ഫുഡ് നമുക്ക് സ്പെഷ്യൽ ഫുഡ്സ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഫുള്ള് കണ്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു പതുക്കെ എടുത്താൽ ലാലേട്ടൻ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ആ പെങ്ങളുട്ടീന്റെ കഥയൊന്നും ഇവിടെ നടക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു ദിവസം ഏതാ പെങ്ങളുട്ടി? ആ പെങ്ങളുട്ടി ഇതാണോ പെങ്ങളുട്ടി? ഇന്നലെ വേറെ സാധനം പറഞ്ഞു. ബിസിനസ് ക്ലാസ്സിലെ ലേഡിയുടെ ടിക്കറ്റിനൊക്കെ വലിച്ചേറി കളഞ്ഞു ലാലേട്ടൻ. സാമ്പാർ, അവിയലെടുത്തു, തോരൻ. ഇവര് കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഒരു വരാണ് ഗൈസ്. എന്റെ ഫുഡ് നല്ല ഫീലാണല്ലേ? അതെ. പച്ചടി, ഇത് പൈനാപ്പിൾ പച്ചടിയാണോ? പൈനാപ്പിൾ പച്ചടിയാണ് ഗൈസ്. അന്റെ മൈക്ക് എന്തി? എന്റെ മൈക്ക് വീട്ടിൽ ഗൈസ്. ഇത് എന്ത് മീനാ ചേട്ടാ? അടിപൊളി. ചിക്കൻ ഉണ്ട്, മീനുണ്ട്, പപ്പടമുണ്ട്, എല്ലാം ഉണ്ട്. ആലപ്പിയാണോ? സവോള എടുക്കാം.
ഫുഡ് കഴിക്കട്ടെ കേട്ടോ നീ. കാലത്ത് സ്പെഷ്യൽ നീ എടുക്കാം. ഞാനിപ്പോ ഇവിടുത്തെ ആൾപ്പല്ലോ അതൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അവിടെ ഒരാൾ മുടിയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊന്നും കഴിക്കാണ്ട്. അപ്പൊ നീ ഫുഡ് കഴിച്ച അഭിപ്രായം പറയണ വരെ ഞാൻ ഫുഡ് കഴിക്കണ്ടെന്നാണ് നടത്തും. നമ്മൾ ചിക്കൻ എടുത്ത് കൊണ്ടുപോയി ഗൈസ്. എൻ്റെ കുഴപ്പമില്ല, ഈ പറഞ്ഞ മുത്തേ ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം കഴിച്ചോക്കട്ടെ. നല്ല ഫുഡാ. മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട്. നന്ദൂട്ടി കഴിക്കട്ടെ, ഞാനും പോയി കഴിക്കട്ടെ. ഫുഡ് എടുക്കട്ടെ. അടിപൊളി കേട്ടോ, നല്ല ഫുഡാണ്. ഈ റിസോർട്ടിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അത് കണ്ടിട്ട് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ കുറെ റീൽസും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടാണ് വന്നേക്കണം. സെറ്റാണ്. ചിക്കൻ നമുക്ക് നോർമൽ എന്തോ കാര്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. നീ കൽപ്പിച്ചു മാഡം, താങ്ക് യു. എൻ്റെ അമ്മ ഇങ്ങനെ വേണം കുട്ടികളായ. നോക്കൂ ഗൈസ്, നോക്കൂ ഗൈസ്. നമ്മൾ ആ റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂളിലിറങ്ങും. അപ്പോൾ നിഷാനേച്ചി കുറേ റോസപ്പൂ പിടിച്ചിട്ട് ഇവിടെ ആർക്കൊക്കെ കൊടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആർക്കും കൊടുക്കാനുള്ളത്. അയ്യോ, എനിക്കിന്നത് അവിടെ ബാക്കിൽ ഒരു അശരീരി. കേട്ടോ, എന്റെ കൂടെ നടക്കുന്നവരൊക്കെ അങ്ങനെ ഗൈസ്. നല്ല നല്ല പിള്ളേരാവും. നമ്മുടെ റൂമിൽ നമ്മളങ്ങനെ എത്തിക്കാണ്. ഞാൻ റൂം കാണിച്ചതരേ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. അല്ലല്ല, ഇതെന്താ കഥ? നടക്ക് നടക്ക്. ആണല്ലേ, ഓക്കെ സെറ്റ്. ആ, ഇത് നിഷാനേച്ചി അവിടെ കുത്തി പൊളിക്കാണ്. ഭക്ഷണം കഴിച്ചിരുന്നോ? ഓപ്പണായി ഇല്ലേ? കുത്തി പൊളിക്കി. അതെ, പൊളിച്ചോണ്ടിരിക്കുന്നു ഇവിടെ രണ്ടാളും. ഓഹോ, താങ്ക് യു. നമസ്കാരം, വരൂ. റിസോർട്ടിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ്. ഇനി കാണിക്കാനുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ എന്താ എന്തൊക്കെയോ ഗിറ്റാ വീണ എല്ലാം ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ റൂം അല്ലേ മോളുസി? ബാഗ് അവിടെ, എൻ്റെ ബാഗ് അവിടെ വയ്ക്കും. ഇവിടെ ഫോണും സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചേക്കാം. ഞാൻ അവിടെ വയ്ക്കും. എൻ്റെ കൃഷ്ണ, ഇതെന്താ ഉപ്പുജാക്കോ ഇതിൻ്റെ ഉള്ളിൽ? എന്നാലും ബാഗൊക്കെ വെച്ച് നമ്മൾ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അല്ലേ? ബൈ ബൈ. ഫുഡ് കഴിച്ചിട്ട് വയറ് നോക്ക് ഗൈസ്, ഫുള്ളായി ഫുള്ള്. നല്ല വ്യൂ, അടിപൊളി വ്യൂ ഗൈസ്. നമ്മളിത് ആ കോസ്റ്റ്യൂം വീണ്ടും മാറി. നമ്മൾ എന്തിന് റീൽ എടുക്കാൻ ഒരു ദിവസം തന്നെ 10 റീൽ ഞാൻ എടുക്കും. ഞങ്ങളുടെ ഒരു കഴിവ് അതാണ് ഗൈസ്. അതെ അതെ, ഞാൻ ഓറഞ്ച്, ഇവിടെ നീല, ഇവിടെ മെറൂൺ. അടുത്ത റീൽ കൂടി പോട്ടെ. മയ്യ ഗൈസ്, ലിപ്സ്റ്റിക് തരട്ടെ. ലിപ്സ്റ്റിക്കിലാണ് നമസ്കാര ഉറങ്ങില്ല ഗൈസ്. അയ്യോ, ഇതെങ്ങനെയായിരുന്നു? ഗൈസ്, അപ്പൊ നമ്മള് റീൽ എടുക്കാൻ പോവാനാ. പൊന്നിസക്കി എന്തിനാ കേക്കണ്ട. നോറ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ബിഗ് ബോസ് പറയാറില്ലേ? നോറ ലിപ്സ്റ്റിക് ഇട്ട ആത്മവിശ്വാസം കൂട്ടും. ഇതായിരുന്നു ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. നമ്മള് ബിഗ് ബോസ് കൊണ്ടാണല്ലോ നമ്മള് ഇത്ര സൗഹൃദം ഉണ്ടായത്. അത് നമ്മൾ മറക്കരുത്. റീൽസ് വ്ളോഗ് ഉണ്ടായിട്ട് എപ്പോഴും ഇങ്ങനെ കാണുന്നത്. ഇല്ലെങ്കിൽ കത്തിക്കുത്തായിട്ട് രണ്ടറ്റത്ത് ആൾക്കാരെ. അത് ശരിയാ ശരിയാ. അതെ, സത്യങ്ങൾ തുപ്പുന്ന നോറ. മോളെ മതി. റീൽ എടുക്കാനായിട്ട് ലൊക്കേഷൻ തിരഞ്ഞ് നടക്കുന്നു. ഒരു സ്ഥലം നമ്മൾ ഫസ്റ്റ് ടൈം ഇത് ഇവിടെ നിന്ന് എടുത്തു. സെക്കൻഡ് നമ്മൾ ഇനി എവിടെ നിന്ന് എടുക്കുന്നു ഓർമ്മ. എവിടെ നിന്ന് എടുക്കുന്നു ചോദിച്ചപ്പോൾ താറ്റ പറയൂ. ഫിറ്റ്നസ് ആണ് കേസ്. എന്താണ് നമുക്ക് ചായ കുടിക്കണം. അവർക്ക് ചായ
അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത കോസ്റ്റ്യൂം മാറിയിട്ടുണ്ട്. എന്റെ കോസ്റ്റ്യൂം ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. നമസ്കാരം. ആരെ കാണുന്നത്? എന്റെ കോസ്റ്റ്യൂം അതാ നിശാനയിച്ച് ഉറക്കത്തിൽ എന്റെ കോസ്റ്റ്യൂം നാട്ടുകാർക്ക് മൊത്തം കാണിച്ചു കൊടുക്കും. ഇത് പിടിക്കും. കുട്ടി ട്രൗസർ ഇട്ട് ഞങ്ങൾ വരുന്നു. വരൂ. ആരാണ് റസ്മിൻബായും ഞാനും ഇരട്ടപ്പെട്ട ആൾക്കാരെ പോലെ കോസ്റ്റ്യൂം നമ്മള് റീൽ എടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് എവിടെയായിരുന്നു? ബ്രോസ്കിൻ സ്റ്റുഡിയോ. പള്ളുരുത്തിയിലാണ്. നമ്മുടെ അനിയൻകുട്ടനാണ്. കിഡിലൻ ടീഷർട്ടുകൾ ചെയ്യും. അതുപോലെ തന്നെ പള്ളുരുത്തി നമ്മുടെ കൊച്ചിക്കാരൻ തന്നെയുള്ള ഷോർട്സ് ഫ്യൂഗോക്കാരുടെ ഷോർട്സ് ആണ്. സംഭവം സെറ്റാണ്. അപ്പൊ നമുക്ക് ഇനി ചായ കുടിക്കാൻ പോവാം. നമ്മുടെ ക്യാമറമാൻ നിഷാനിച്ചിറൊപ്പം നല്ല രസമുണ്ട് ടീച്ചർ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തൊക്കെ കടി തുറക്ക്. ഇതെന്താ? പഴംപൊരി ഉണ്ട്, പിന്നെ ഉള്ളിവട, ഒണിയൻ പക്കുവട. യെസ്, ഉള്ളിവട നമ്മുടെ നാട്ടിൽ പറയും. ഇതാ ചായ ഉണ്ട്. നമ്മളെന്തായാലും ചായ കുടിക്കട്ടെ. ഓക്കെ. ആ കടി കുടിക്ക് ജ്യൂസ് കുടി. റസ്മിൻ ബായിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയൂ. എന്തിനാടാ കഴിച്ചിട്ട്? വേണ്ട, ശരിയായില്ല. നമ്മൾ ഗുണ്ടകളല്ല. അപ്പൊ ഗൈസ് നമ്മൾ റീൽസ് ഒക്കെ എടുത്ത് ഞങ്ങൾ തളർന്നു നിശാനിച്ച് ഇവിടെ തളർന്നിരിക്കുകയാണ് അല്ലേ അഞ്ജലി ചേച്ചി? ഫസ്റ്റ് ടൈം ആണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ. ഞങ്ങള് പിന്നെ ഫുൾ ടൈം കണ്ടിട്ടില്ലേ? അതെ, മുടി കെട്ടിയപ്പോട്ടോ എന്താ എനിക്ക് പിന്നെ മുടി കെട്ടണ്ട, കണ്ണെഴുതണ്ട, എന്ത് ചെയ്തില്ലെങ്കിലും സൗന്ദര്യത്തിനെ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. തുളുമ്പിക്കാണോ? അതെ. അപ്പൊ എന്തായാലും നമ്മളിനി പുള്ളിറങ്ങില്ലേ? അറിഞ്ഞില്ല. ഒരു മിനിറ്റ്, പുതിയ കുളി അലർജി. എന്റെ ഹെയർ സ്റ്റൈൽ ഷോർട്ട് ചെയ്തത്, കളർ ചെയ്തത് എങ്ങനെയുണ്ട്? ഇതിലേക്ക് നോക്ക്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഞാൻ അടുത്ത റീൽ എടുക്കണം. റീലെടുത്ത് വയ്യാണ്ടായി ഗൈസ്. ഓക്കെ. വീണ്ടും ഡ്രസ്സ് മാറി ഗൈസ്. ഞാൻ അവിടെ ഡാൻസ് ആണ്. പോരട്ടെ. ആ तुमको पाए जैसे कोई हो पहनना हो मेरे कहो तुम साथ है കാലുമ്മ ചോട്ടി. ടീച്ചറെ കാലുമ്മ ചോട്ടി. ടീച്ചറെ സുഖണ്ടോ ടീച്ചർക്ക്? അപ്പൊ ഗൈസ് ഞാൻ എന്താ വീണ്ടും ഡ്രസ്സ് മാറി. ഇത് നോറ മസ്കാരുടെ ഡ്രസ്സും ബാത്റൂമിലെ ആള് അതിന് അപ്പുറൊരാള് കവർ ചെയ്ത് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്ന അടുത്ത കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്നോട് ഫോട്ടോ എടുക്കാനല്ലേ പറഞ്ഞ, വീഡിയോ എടുക്കാനല്ലോ. നമ്മളപ്പോ അവിടേക്ക് പോവാണ്. നമ്മുടെ റീൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അതെ, ഇല്ല ഒരിക്കലുമല്ല ഗൈസ്, ഒരിക്കലും. എന്താണോന്ന് നമ്മളിപ്പോ ഇവിടെ ഒരു എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നേക്കാണ്. വീണ്ടും ഫുഡ് അടിക്കാൻ നിങ്ങൾ വന്നേക്കാണോ? പരിപാടി എന്ന് പറഞ്ഞിട്ട് അടിപൊളി സൂപ്പർ ഐഡിയാണ്. ഇത് കൊള്ളാം. നൈറ്റിലെ ഫുഡ് നമ്മുടെ ഇതൊക്കെയാണ് കേട്ടോ. അതാ ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ്. നിശാനമോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമുക്കതാ ചിക്കൻ കറി ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് ഐറ്റംസും. എല്ലാം വെറൈറ്റി ഐറ്റംസാണ്. നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ അല്ലേ? ഫുഡ് എങ്ങനെയുണ്ട് പറ. നല്ല ഫുഡല്ലേ സജനേച്ചി? ഫുഡ് എങ്ങനെയുണ്ട് സജനമോൾ? സജനേച്ചി എന്തോണ് ആണോ? ഫോണിലാന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര ബിസികളായിരുന്നു. നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഞാൻ അധികം റൈസ് എടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും കഴിച്ചിട്ട് പറയാം. ഫുഡ് കൊള്ളാം. ഒരു ഫുഡാണ് എടുത്ത് പറയണ്ടേ അല്ലേ? നല്ല ഫുഡും ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പാ. എന്നാലും മോള് പറ കഴിച്ചു നോക്ക്. അതുകൊണ്ട് സത്യമായിട്ടും കൊളാബിന്റെ പേരിലോ ഒന്നിന്റെ പേരിലല്ല, അല്ലല്ല നല്ല ഫുഡാ വരുന്നത്. വളരെ ജെന്യൂൻ ആയിട്ട് പറയാം, അടിപൊളി ഫുഡ്. പ്രത്യേകിച്ച് ഉച്ചക്കത്തെ മീൻകറി, ഇപ്പത്തെ ബീഫും എല്ലാം നല്ല എല്ലാം അടിപൊളി. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഇത് കഴിഞ്ഞാൽ DJ പാർട്ടിക്ക് പോകണം. കുഴപ്പമില്ല, ഇടയ്ക്കൊന്ന് അല്ലേ? നമ്മളിനി DJ പാർട്ടിക്ക് പോകണം. അപ്പൊ എന്തായാലും ബൈ ബൈ. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളിത് ആ കോസ്റ്റ്യൂമൊക്കെ മാറി DJ പാർട്ടിക്ക് പോവാണ്. ഫുഡ് കഴിച്ചിട്ട് വയറും
മൊത്തം ഫുള്ളായി ഗൈസ്. അയ്യോ അയ്യോ അയ്യാ. അപ്പം നമ്മൾ എന്തായാലും പോട്ടെ. DJ പാർട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ മയ്യ, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്ളോഗ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. റസ്മിൻ ബായും ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നേക്കാണ്. ഞങ്ങൾ ഒത്തൊരുമുള്ള ആൾക്കാരാണ് ഗൈസ്. ഊരല്ലേ നല്ല കഥ. അതെ സെയിം തന്നെ ഇടാൻ പോവാണ്. എന്തായാലും ഊരിയിട്ട് കാണാം. ഊരു നല്ല ഡ്രസ്സ് മാറട്ടെ. ട്വിൻസിന്റെ പോലെ നമ്മൾ പോവാണ്. എറണാകുളത്ത് നിന്ന് നമ്മുടെ റസ്മിൻ ബായി എടുത്തത് ആരെവിടുന്നായിരുന്നു? അനിയന്റെ ഷോപ്പിൽ നിന്നാണ് കാണിച്ചു കൊടുക്കാം ആൾക്കാർക്ക്. അതാ ബ്രോസ്കി എന്നുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഷോപ്പിൽ നിന്നായിരുന്നു എടുത്തതല്ല. നമുക്ക് അവർ കൊളാബായിട്ട് തന്നതാണ്. നമ്മുടെ റീൽസ് എന്താ ഫുൾ ബാക്കി യെസ്. അപ്പൊ എന്തായാലും നല്ല കുറെ ഇതിനെപ്പറ്റി എനിക്ക് എല്ലാം അറിയാം. അപ്പൊ എന്തായാലും കൊള്ളാം. താങ്ക് യു സോ മച്ച് ബ്രോ. നമുക്ക് ഈ ടീഷർട്ടും എന്താ ഈ ഷോർട്സും തന്നതിന് നമ്മള് റീല് എടുത്തിട്ടുണ്ട്. ഉടനടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ DJ പാർട്ടിക്ക് പോട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ DJ പാർട്ടി നടക്കുന്ന ഹോൾ ഇതാണ് കേട്ടോ. വിനേശയുടെ എല്ലാ സ്ഥലത്തും മുമ്പേ തന്നെ എത്തും. എന്ത് നല്ല കൃത്യനിഷ്ഠതയുള്ള ആളല്ലേ. ലൈറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നോട്ട് കുഴപ്പമില്ല. എന്ത് കൃത്യനിഷ്ഠത ആണല്ലേ. ഫുൾ ടൈം എവിടെയായാലും കറക്റ്റ് സമയത്തിന് എത്തും. ഞാൻ നോക്കുമ്പോ ഒരിക്കലല്ല. ഗുഡ് ബോയ്. നമ്മുടെ നല്ല അടിപൊളി നല്ല എന്തോ നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ. കുന്തിരിക്കം. അതെ കുന്തിരിക്കം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഹോൾ അടിപൊളി ഹോളാണ്. പാട്ട് വന്ന കോപ്പിറൈറ്റ് വരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ പാട്ടൊന്ന് ഓഫ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പാട്ടൊക്കെ ഓഫ് ചെയ്തോളാണ്. ഏത് വ്ളോഗ് കാണുന്നില്ല? നന്ദൂസ് ഡെയിലി ബീറ്റ്സ്. എന്താണ് നിങ്ങളിങ്ങനെ? അപ്പം എന്തായാലും നമ്മുടെ DJ പാർട്ടി തുടങ്ങട്ടെ. ഓക്കെ ഫോട്ടോ പാട്ട് വിചാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാം. ആളെ പേര് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ജന്മിനി മലയാളം പാട്ട് കേൾക്കാറുണ്ടോ? എന്തോ ഫേവറേറ്റ് ആണ്. ഓക്കെ ജന്മിനി ഇവിടെ നിൽക്കുന്ന ആളുടെ മനസ്സിനകത്ത് ഒരു പാട്ടുണ്ട്. ഓക്കെ അത് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞു ജന്മിച്ചിന് ഇത്ര മാത്രം ഏതെങ്കിലും മനസ്സിലേക്ക് റാൻഡം ആയിട്ട് വരുന്ന ഒരു പാട്ട്, ഏതെങ്കിലും ഒരു മലയാളം പാട്ട് മനസ്സിൽ വിചാരിക്കുക. അതിനുണ്ട് ഇയാൾ ചെയ്യേണ്ടത് ഇയാളുടെ മനസ്സിൽ പാട്ടില്ലേ ആ പാട്ട് ലിസ്റ്റിന് എഴുതാവും. കാരണം അല്ല ഇവിടെ പറഞ്ഞാണ് ജർമ്മനി ആ പാട്ട് ലിസ്റ്റ് ആരെയും കാണിക്കുക സീക്രട്ട് എഴുതിക്കും. അപ്പൊ ജർമ്മനി ഞാൻ പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു മലയാളം പാട്ട് ഒന്ന് പാടണം. പറയുക എന്തെങ്കിലും ചെയ്താൽ മതി. ഓക്കെ നമുക്ക് നോക്കാം കേട്ടോ. എനിക്കറിയില്ല. അത് പറയാം. എഴുതി കഴിഞ്ഞോ? ഓക്കെ ജർമ്മനി ഇപ്പൊ ഒന്നും പറയാതെ ജർമ്മനി മനസ്സിലേക്ക് വരുന്ന ആ പാട്ടൊന്ന് പാടാവോ? പറയാവോ? ഒരു മിനിറ്റ് എന്റെ മനസ്സിലെ പാട്ട് ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. ഏതാ ഒന്നുകൂടെ പറഞ്ഞേ? പൂമുത്തല് നീരിന ഇങ്ങനെ ഒരു പാട്ടുണ്ട്. ഞങ്ങൾ ആരും വിചാരിച്ച പോലല്ല. നിങ്ങൾ തമ്മിൽ ഭയങ്കര മനപ്പൊരുത്തമുണ്ടെന്നുള്ളത് ഇങ്ങനെ മനസ്സിലായി. ആ ആളെഴുതിയ പാട്ടും ബേബി പറഞ്ഞ പാട്ടും ഒന്നാണ്. പറയട്ടെ ഏതാ ആളാരാണെന്ന്? ഞാനല്ല ബേബി ആളുടെ പറയട്ടെ. ആ എഴുതിയ പാട്ട് നീ പറഞ്ഞ അതേ പാട്ട് എഴുതിയ ആളിന്റെ പേര് പറയട്ടെ ഞാന്. The great one and only Nora Muskan.
Thank you so much. Oh, thank you very much. Thank you. So much. പല ആൾക്കാരും ചോദിക്കാറുണ്ട് പ്രീ പ്ലാൻ. അപ്പൊ ഗൈസ് അടുത്തത് അശ്വിൻ ചേട്ടന്റെ എന്ത് കഴിഞ്ഞിട്ട് അശ്വിൻ ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മള് ചെയ്യാൻ പോകുന്നല്ലോ. ഇനി നമ്മൾ നാദിറയുടെ എന്ത് കാണുന്നു? മെന്റലിസം. ഓക്കെ, മെന്റൽ ആയിട്ടുള്ള നാദിറച്ചി മെന്റലിസം ചെയ്തോണ്ടിരിക്കുകയും ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങട്ടെ കേട്ടോ. എന്തൊക്കെ പേപ്പറൊക്കെ ഒരു കുഴപ്പമില്ല. നേരത്തെ ബാക്കി പത്രം അതെ അവിടെ അടിച്ചു മാറ്റി കൊടുത്തു. റാൻഡമായിട്ട് വിളിക്കാം. ഓക്കെ, ഫസ്റ്റ് നന്ദന എടുത്തു. ഓക്കെ, നന്ദനയ്ക്ക് ഒരു മിനിറ്റ്. നന്ദന ഇതിന്റെ കൂടെ ഒക്കെ വരണേ ഒരാള്. അതെ, ഇതുവഴി വരണേ കാട്ടുമുക്ക് കൂടിയാ. പൈസ വേണം. അതെ, പൈസ തരണം. ഞാൻ എന്നെ ചോക്കിനാ. ഫസ്റ്റ് നന്ദന എടുത്തു. നന്ദനയ്ക്ക് ഫാമിലിയില് പണ്ടത്തെ സുഹൃത്തുക്കളില് ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിഞ്ഞു പോയത് ഇപ്പോഴും കൂടെ നിൽക്കുന്നതുമായിട്ടുള്ള ഒരാളുടെ പേര്. വളരെ എന്റെ മുഖത്തേക്ക് നോക്ക്. ഇപ്പൊ ഇത് പറയാൻ സാധ്യത പേരാണെങ്കിൽ അത് ഒഴിവാക്കാം. പണ്ടും കൂടെ പഠിച്ചതോ ഇപ്പം കൂടെ നിൽക്കുന്നതുമായിട്ട് എനിക്ക് നല്ലൊരു സുഹൃത്ത് കേട്ടോ. പാർട്ട്ണർ വേണ്ട, ഏറ്റവും നല്ലൊരു സുഹൃത്ത്. മനസ്സിലോർത്തോ പേര്? ഓക്കെ ഓർത്തു നേരെ നോക്കി. ഫസ്റ്റ് ലെറ്റർ എന്താണ്, എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നൊക്കെ ചോദിക്കേ. ഫസ്റ്റ് ലെറ്റർ എന്താണ്, എത്ര ലെറ്റേഴ്സ് ഉണ്ട്? പേപ്പറാണ്, അതുകൊണ്ടാണ്. എഴുതിയിട്ടുണ്ടേ. ഞാനിത് ഇല്ല വീഡിയോ എടുക്കല്ലേ ഏറ്റവും വെച്ചത് നിഷാന്റെ കയ്യിൽ പിടിച്ചാലും മതി. തുറക്കരുത്, അടിയില്ല. വിനീത. അടുത്ത നെക്സ്റ്റ് എന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പൊ നമുക്ക് കുറെ രാജ്യത്ത് യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അതില് പോണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേര് എനിക്ക് പറയാൻ പറ്റുന്ന പേരായിരിക്കണേ. ഒന്ന് മനസ്സിലോർത്തെ. തായ്ലൻഡ്. ഓർത്തു. എന്റെ മുഖത്തേക്ക് നോക്കി. മോത്തേക്ക് നോക്ക്. കണ്ടോ? ഓ, എന്തിരുന്നോണ്ടത്. എന്നെ എടുക്കുമ്പോ ഈ അവിടേക്ക് പോയി വീട്ടിൽ ഇന്ന് രാത്രിയോടുകൂടി നാദരയും ഒരു മെന്റലിസ്റ്റ് ആവുകയാണ്. എന്റെ നിഷാനത്ത് കുറിച്ചിരിക്കുകയാണ്. അല്ല പറഞ്ഞു ഓസ്ട്രേലിയ. അടുത്ത നോറയ്ക്ക്. നോറ ഒരു 1 തൊട്ട് 100 വരെയുള്ള നമ്പറിൽ ഇഷ്ടമുള്ള നമ്പർ മനസ്സിലാലോചിക്കാം. പക്ഷെ 1 തൊട്ട് 100 വരെ നമ്പർ ഉണ്ട്, അത് ഇഷ്ടമുള്ള നമ്പർ. അതിന് മുഖത്തേക്ക് നോക്കി. എത്ര പേര് പ്രേമിച്ചിട്ടുള്ളതിന്റെ കൗണ്ടാണ്. എത്ര പേര് പ്രേമിച്ചിട്ടുള്ളത് നോക്കി. ഈ നോട്ടം മതി. ഒരൊറ്റ നമ്പർ ആലോചിക്കാം, ഒരു പല നമ്പർ ആലോചിക്കുന്നത്. ഒറ്റ നമ്പർ പക്ഷെ 3 നമ്പർ ആലോചിച്ചേട്ടാ. ഒന്നും ആലോചിക്കുക.
എന്തിന്റെ സംശയത്തിന്റെ കണ്ണിൽ നോക്കുന്നേ? അതെ വീണ്ടും നീ ശൈലജി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്തത് ഞാൻ മേടിക്കാണ്. അപ്പൊ ഞാൻ പറയട്ടെ നമ്പർ ഏതെങ്കിലും ആലോചിച്ചത്? അത് പറഞ്ഞോ. 3. ഓക്കെ കൊടുത്തല്ലോ അവ പിന്നെ ഞാനേതാ പറഞ്ഞത്? മെന്റലിസ്റ്റിനെ അറിയണ്ടേ? അല്ലാതെ വെറുതെ അങ്ങോട്ട് പോയി കൊടുക്കാണേ. വീഡിയോ എടുത്തില്ലേ? കൊടുക്കാം. ഞാൻ ഹോൾഡ് അടിച്ചു. ഞാനിപ്പോ ഇവിടെ വെട്ടിയതാണ് നമ്പർ. അശ്വതി ചെയ്ത് മാറ്റിയതാണ്. ഓക്കെ തുറക്കരുത്, തുറക്കരുത്. തുറക്കില്ല മാഡം. എക്സ്പ്രഷൻ കിട്ടാൻ എക്സ്പ്രഷൻ ഒരുമിച്ച് കിട്ടോ? അതെ. തുറന്നോ? തുറക്കട്ടെ. 1 2 3. ഓസ്ട്രേലിയ 3 വിനീത. അടിപൊളി. എല്ലാരും മെന്റലിസ്റ്റ് ആണ്. ഇവിടെ ഒരു ഭ്രാന്തി കിടന്നിട്ട് എന്തൊക്കെ പറയുന്നത്. എന്താണ് പോയത് അവിടെ? അല്ല പോയതിന് മുന്നേ എന്റെ മാജിക്കിനെ പറ്റി 2 വാക്ക് പറ. ഓ 2 വാക്ക് പറയും. മാജിക് മൊബൈൽ കാണാത്ത ഭദ്രകാളിയല്ലേ കൊടുങ്കാളിയല്ലേ. എക്സ്പീരിയൻസ് കേക്കട്ടെ പറ. അതൊക്കെ വീട്ടിൽ പോയിട്ട് നോറ ഈ പേര് കേട്ട മെന്റലിസ്റ്റ് ആവാൻ വേണ്ടി പോവാ. അതെ എല്ലാം പഠിച്ചിട്ട് കോഴിക്കോട് നഗരത്തിൽ മെന്റലിസ്റ്റിന് കുറവുണ്ട്. ഈ മെന്റലി മെന്റലിസ്റ്റിലേക്ക് മാറും. തൽക്കാലം മെന്റൽ ഉള്ളതുകൊണ്ട് കാരണം നോറയുടെ മൊബൈൽ അവിടെ വിട്ടോ അവിടെ വിട്ടോ. എന്റെ റൂമിലായി പോയി നോറയുടെ നാളെ രാവിലെ തരാം. എന്റെ മാജിക് ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് നമ്മളൊന്ന് ജസ്റ്റ് പുള്ളിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഡിജെയും അതും മെന്റലിസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ റസ്മി മോൾ കിടന്നുറങ്ങാൻ പോവാണ്. പച്ച ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങുന്നത്. ഇത്ര നേരം ടീഷർട്ട് ഉണ്ടെന്ന് വെച്ചാൽ പിന്നില്ലെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നോക്ക്. പച്ച നല്ല ടീഷർട്ട് അത്. അപ്പൊ എന്നാലും നമ്മള് പൂളിൽ ചാർട്ടപ്പെട്ടു. ഓക്കെ നമ്മൾ ആ പുള്ളിറങ്ങാൻ പോവാണ് കേട്ടോ. പുള്ളിറങ്ങിട്ട് ഉറങ്ങിയാ മതി കേട്ടല്ലോ. നല്ല പാപെണ്ണാടുന്ന്. അതെ നമ്മളപ്പോ പുള്ളിറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ഇട്ടാ നല്ലത് അല്ലേ? അതെ അരച്ച് വയസ്സായി ഗൈസ് വയസ്സായി. ഉണ്ട് നല്ല നമുക്ക് പുള്ളിറങ്ങട്ടെ. ഓക്കെ ഗൈസ് ഇവർക്കൊക്കെ അലർജിയാണ് വെള്ളം കണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിലരൊക്കെ ബാധിക്കുന്നുണ്ട് കിടന്നിട്ട്. അതുവരെ പുള്ളിക്ക് ഇറങ്ങണോ വേണ്ടിയതും കൺഫ്യൂഷനിലാണ്. ഇറങ്ങണില്ലേ? എന്താ ഇറങ്ങാതെ? ഇറങ്ങും. വിനയചര പാവം നോക്ക്. ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നോക്ക് എന്നിട്ടോ ഇവര് ഇറങ്ങണില്ലേ ഗൈസ്? എന്താ ചെയ്യാ? അവൻ ഞാൻ ആദ്യമായിട്ട് പുള്ളിറക്കുക മറ്റേ ഇതില് തീരുമാനമായിട്ട് വേണം നമുക്ക് പുള്ളിക്ക് പോവാം. വാ കണ്ട വെള്ള അലർജിയാണ് ഗൈസ്. ഗൈസ് ഇവര് പൂളെ പോവാണ്ട് ഇവരവിടെ റീലെടുത്ത് കളിക്കുക. ഞാനും ഈ ഞങ്ങളിങ്ങനെ മൂടിയിട്ട് എന്താ പറയാ ഞങ്ങളിങ്ങനെ മൂടിയിട്ടിട്ടുള്ള റീലാണ് ഗൈസ്. അത് ഞങ്ങൾ പെട്ടെന്ന് ഹരിയും അപ്പം അതെടുത്തോണ്ടിരിക്കാണ്. ഇവരെന്നെ പൂളെ കൊണ്ടുപോയില്ല ഗൈസ്. കൊണ്ടുപോയില്ല. അതിൻ്റെ സങ്കടത്തില് ഞാൻ ഇനിയിപ്പോൾ കിടന്നുറങ്ങാം. ഇപ്പം തന്നെ 12:45 1 മണിയാവാറായി. നല്ല ഉറക്കം വരുന്നുണ്ട്. അയ്യോ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോവും. അപ്പം നാളത്തെ ബാക്കി കുറച്ച് വിശേഷങ്ങൾ കൂടി കാണിച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യാം. അല്ലേ അതല്ല നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം ഇനി പോയി കിടന്നുറങ്ങട്ടെ. ഇനി വയ്യ എനിക്ക് കിടന്നുറങ്ങട്ടെ ഗൈസ്. ഗുഡ് നൈറ്റ്. ഓക്കെ നാളെ പാക്കലാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മളിതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ടില്ല, ഇറങ്ങാറായിട്ടില്ല. ഫുഡ് കഴിച്ച് ഇറങ്ങണം.
അപ്പോൾ നല്ല ഉറക്കം ഉറങ്ങിയെന്ന് വെച്ചാൽ ഉറങ്ങി, കുഴപ്പമില്ലാണ്ടൊക്കെ ഉറങ്ങി. ഇനി രാവിലെ നീക്കുന്നത് ഭയങ്കര ചടങ്ങാണല്ലോ, ആ ഒരു ചടങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ 8 മണിയാ സമയത്താണ് നീറ്റതൊക്കെ. എന്തായാലും അടിപൊളി റിസോർട്ടായിരുന്നു, നന്നായി എൻജോയ് ചെയ്തു എല്ലാവരും. ഞാൻ എൻജോയ് ചെയ്തു, മറ്റുള്ളവർ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗംഭീര പരിപാടിയായിരുന്നു. നമ്മളിനി ഫുഡും കൂടി കഴിച്ചിട്ട് നമുക്ക് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം ഗൈസ്. ഫുഡും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റിന് കോൺഫ്ലെക്സ് ഉണ്ട്, ഹോട്ട് മിൽക്ക് വിത്ത് കോഫി ടീ ഓപ്ഷൻ ഉണ്ട്, ജ്യൂസസ് 2 ടൈപ്പ് ജ്യൂസസ്, ജാം, ബട്ടർ, ബ്രെഡ്, വാട്ടർമെലോൺ, പൈനാപ്പിൾ, ചന മസാല, ചട്നി, 2 ടൈപ്പ് ചട്നി, പിന്നെ ട്രഡീഷണൽ നമ്മുടെ കപ്പ ഉണ്ട് കേട്ടോ. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാം. പിന്നെ ബോൾ ബനാന, ഈ ഒരു സംഭവം അവല് വിളയിച്ചത് വെറൈറ്റി, അവല് വിളയിച്ചത് സ്പെഷ്യൽ ബോയിൽഡ് എഗ്, ഇടിയപ്പം വിത്ത് മസാല ഫ്ലേവർ, ദെൻ കോഫി ടീ, 2 ടൈപ്പ് ജിഞ്ചർ ടീ, അതുപോലെ ബ്ലാക്ക് ടീ, ഓപ്ഷൻസ് ചോയ്സസ്. ഗുഡ് ബോയ്. നമ്മുടെ വാഴയുടെ കൂടെ കഴിച്ചോണ്ടിരിക്കും. നല്ല ഫുഡായിരുന്നു, കഴിച്ചോണ്ടിരിക്കുകയും അവിടെ ഇവിടെ വെച്ചിട്ടാണ്. എനിക്ക് ബ്രെഡും ഞാൻ അങ്ങനെ ബട്ടർ കഴിക്കാത്തത്, പക്ഷേ ബട്ടറും ബ്രെഡും അടിപൊളിയായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു എനിക്ക്. ഉപ്മാവിനെ പറ്റി പറയാനാണെങ്കിൽ ഉപ്മാവ് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ആരോ ഇതിൻ്റെ ഇടയിൽ സാധിക്കുന്നു വിളിക്കണേ. അതെ, ഉപ്മാവിൽ ഉപ്പില്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. സിജു ചേട്ടൻ വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഗുഡ് മോർണിംഗ്. സാദിഖ് ചേട്ടൻ പാവം വീഡിയോ ഒക്കെ എടുത്തിട്ട് തളർന്നിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ വ്ളോഗർ വോൺ വോയിസ് ഒക്കെ ഇതായിരുന്നു കേട്ടോ ചേട്ടൻ. ഫുഡിൻ്റെ നന്ദി അതുണ്ട് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടിൽ നിന്ന് പോവാണ് അല്ലേ സിജു ചേട്ടാ? അപ്പോൾ നമ്മളിന്ന് പോവാണല്ലേ? അതെ. ഡേ 2 എന്ന് പറയാനായിട്ടില്ല, കാരണം ഡേ 2 രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. നല്ല ഒരു അടിപൊളി റിസോർട്ടാണല്ലേ, ആംബിയൻസും കാര്യങ്ങളും ഫുഡായാലും ഇതെല്ലാം നല്ലതായിരുന്നു. നമ്മളെ പല റിസോർട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവര് നമ്മുടെ ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് നന്നായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. നിങ്ങൾ എൻഡ് ചെയ്യല്ലേ? ഇല്ല, ഞാൻ അവസാനിപ്പിക്കില്ല. ഞാൻ അവസാനിപ്പിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മതി. ഇനി നല്ല വീഡിയോസ് ഇനി വരത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയാം. ശരി, ബൈ. പിന്നെ വേറെ സംഭവം ഉണ്ട്.